ഹലോ കൂട്ടുകാരെ, ഇത് പോർച്ചുഗലാണ് കേട്ടോ. ഇവിടെ കണ്ട അത് പണ്ട് നമ്മുടെ പരന്താന്തോട്ടിൽ നിൽക്കുന്നത് പോലെ യുക്കാലി മരങ്ങളാണ്. യുക്കാലി രണ്ട് സൈഡും ഫോറസ്റ്റ് കണ്ട. ഞാനിത് കണ്ടപ്പം പണ്ട് നമ്മുടെ അവിടെ പരന്താന്തോട്ടിൻ്റെ അവിടെ നിൽക്കുന്ന ആ മരങ്ങൾ തന്നെ ഇങ്ങനെ ഓർമ്മ വന്നു. ഇപ്പം അവിടെ ഇല്ലല്ലോ, യുക്കാലി മരമൊന്നും ഇല്ലല്ലോ. പോർച്ചുഗലിൽ വന്നപ്പോൾ യുക്കാലി പിന്നെയും കാണാൻ പറ്റി. രണ്ട് സൈഡും അതാ തയ്യ. ബാക്കിലോട്ടൊക്കെ വലിയ മരങ്ങളായിരുന്നു, ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ മൊത്തം തയ്യ. മരം മുറിച്ച് ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നതായിരുന്നു. യുക്കാലിയാണ് യുക്കാലി മരം. അതുകൊണ്ട് ലോഡ് കയറ്റിക്കൊണ്ട് പോകും. After 700 meters, keep right. പോർച്ചുഗൽ. അപ്പോൾ നാച്ചുറൽ ട്രാവൽ ലവേഴ്സ് വ്ലോഗിൻ ആലോ ട്രാവലയുടെ ഇന്നത്തെ വീഡിയോ പോർച്ചുഗലിൽ നിന്നും സ്പെയിനിലോട്ട് പോകുന്ന ഒരു ട്രക്ക് യാത്രയാണ്. അപ്പോൾ അതിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഈ ട്രക്ക് അടച്ച് മൂടിക്കെട്ടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മങ്ങലുണ്ടായിരിക്കും. മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. യൂക്കാലിപ്സ് മരങ്ങളും പൈൻ മരത്തോട്ടങ്ങളും അതേപോലെ അതിവിശാലമായ കൃഷിപ്പാടങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇത് സ്പെയിനിനെയും പോർച്ചുഗലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയായ ഒട്ടോവിയ A49 ആണ് കേട്ടോ. വളരെ തിരക്ക് കുറഞ്ഞൊരു ഹൈവേ ആണ്. ഇനി ഒരുപക്ഷെ രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. കണ്ടോ, വിശാലമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടോ. ഒരുപാട് കുന്നും മലകളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ അതിനനുസരിച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഉണ്ടാവും. പോർച്ചുഗലിൽ തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു, അല്പം ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്പെയിനിലോട്ട് അടുക്കും തോറും അന്തരീക്ഷം കൊണ്ട് മാറുകയാണ്. നല്ല തണുപ്പും അതേപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും കണ്ടോ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മല നിരകളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഫോഗും ഉണ്ട് കണ്ടോ. അടിപൊളി. ഇതുവഴി യാത്ര ചെയ്യാനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നദികളില്ലെങ്കിലും ഇരുമലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ധാരാളം ബ്രിഡ്ജുകളുണ്ട്. എന്തായാലും ഈ റോഡ് നല്ല ഹൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പെയിനിൽ നിന്ന് പോർച്ചുഗലിലോട്ട് വരുന്ന ട്രക്കുകളൊക്കെ നമുക്ക് കാണാം. അടിപൊളി, നല്ലൊരു വൈബാണ് ഈ ഒരു യാത്ര. മൂടൽമഞ്ഞും നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളുമൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ദേശീയപാതയിലൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ, പക്ഷേ ഇവിടെ തിരക്കേ ഇല്ല. മറ്റൊരു ട്രക്ക് വരുന്ന കണ്ടോ. ഇനി ഇവിടെയും ഒരു പാലമാണ് കണ്ടോ. രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു പാലം. മഞ്ഞുകാലം വരുമ്പോഴത്തേക്ക് ഈ വൃക്ഷങ്ങളൊന്നും ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നൊരു അവസ്ഥയായിരിക്കും. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മഞ്ഞായിരിക്കും.
ഇവിടെ ഈ മലനിരകളുടെ മുകളിലൂടെയുള്ള റോഡാണെങ്കിലും നല്ല വീതിയിലാണ് അവർ പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ദേശീയപാതയല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ പൈൻ മരങ്ങൾ കാണാം കേട്ടോ. അതേപോലെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഇവിടെ ധാരാളം ഓവർ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വൃക്ഷങ്ങളൊക്കെ ഇല പൊഴിയാറാവുന്ന സീസണിൽ നല്ല ഭംഗിയാണ്. ഇരുവശങ്ങളിലും ഈ വൃക്ഷങ്ങളിങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ഇതിൻ്റെ കളറ് തന്നെ അങ്ങ് മാറിയിട്ട് നല്ല ഈ ഇല പഴുത്ത് വരുന്നൊരു കളറുണ്ടല്ലോ, അതായത് ഈ ഇട സൈഡിലൊക്കെ അങ്ങനെ കാണാം. അപ്പോൾ മുഴുവൻ അങ്ങനെ ആയിരിക്കും കാഴ്ച. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണത്. നമ്മളൊരുപാട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും വിശാലമായിട്ടുള്ള കൃഷിപ്പാടങ്ങളാണ്. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നടീലിന് വേണ്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പാടം. കൂടുതലും ഗോതമ്പായിരിക്കും കൃഷി എന്നാണ് തോന്നുന്നത്. അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇവർക്ക് പ്രധാനപ്പെട്ട ആഹാര സാധനങ്ങളാണല്ലോ, അപ്പോൾ അതൊക്കെ കാണും ഇതിനിടയിൽ കൃഷി. അതായാലും കൊള്ളാം. ഈ കൃഷിപ്പാടങ്ങളെ ഒന്നും നശിപ്പിക്കാതെ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് ഇവിടെ കൃഷി ആയതിനു ശേഷം ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും. നല്ല പച്ചപ്പായിരിക്കും കാണാനായിട്ട്. ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. മിക്കവാറും അവർ ഈ കൃഷിയോട് ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളായിരിക്കും. ഇതിൻ്റെ ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ സംഭരണികളും മറ്റുമൊക്കെ ആയിരിക്കും ഇവിടെ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് താമസിക്കാനുള്ള ഇടങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ യൂക്കാലിപ്സും പൈൻ മരങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മണവും ഈ ഒരു തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബാണ് ഇതുവഴി യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.